ജീവൻ രേഖയുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അനസ്തീഷ്യ അല്ലെങ്കിൽ സർജറിക്ക് മുമ്പ് മയക്കം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സർജൻസിനെ അല്ലാതെ അനസ്തറ്റിസ്റ്റിൻ്റെ റോൾ പലരും മനസ്സിലാക്കാറില്ല. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സർജനേക്കാളും ആ സർജറി പേഷ്യൻറ്റിന് വേദനയില്ലാതെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അനസ്തറ്റിസ്റ്റിൻ്റെ റോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അനസ്തീഷ്യനെ കുറിച്ച് ഡോക്ടർ ഷാജിയോട് ചോദിക്കാം. ഡോക്ടർ ഷാജി സൺറൈസ് ഹോസ്പിറ്റലിലെ ന്യൂറോ അനസ്തറ്റിസ്റ്റ് ആണ്. ഡോക്ടർ വെൽക്കം ടു ദ പ്രോഗ്രാം. ഈ പലപ്പോഴും പേഷ്യൻസിന് നേരിട്ടൊരു ഡീലിംഗ് വരുന്നത് സർജനുമായിട്ടാണ്. അനസ്തറ്റിസ്റ്റിനെ ആകെ ഒരു പ്രീ അനസ്തറ്റിക് ചെക്കപ്പിനാണ് കാണുന്നത്. പക്ഷേ സർജറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കംഫർട്ട്, അതായത് വേദനയില്ലാതെ ഉള്ളത്. അതുപോലെ തന്നെ സർജൻസിനാണെങ്കിലും വേദനയില്ലാതെ പേഷ്യൻ്റ് എടുക്കുമ്പോഴാണ് കംഫർട്ടബിളായിട്ട് സർജറി ചെയ്യാനും പറ്റുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 1840-കളിലാണ് ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അനസ്തീഷ്യ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സർജറിയിൽ പേഷ്യൻസ് മരിക്കുന്നത് കൂടുതലും പെയിൻ കൊണ്ടാണ്, സർജറിയുടെ കോംപ്ലിക്കേഷൻസ് കൊണ്ടല്ല. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അനസ്തീഷ്യയാണ് ഇപ്പം നിലവിലുള്ളത്? ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജനറൽ അനസ്തീഷ്യ, അതായത് ബോധം കെടുത്തി അനസ്തീഷ്യ കൊടുക്കുന്ന ഒരു രീതി. പിന്നെ അതുകൂടാതെ നട്ടെല്ലിന് കൊടുത്തിട്ട് സ്പൈനൽ അനസ്തീഷ്യ, അല്ലെങ്കിൽ അതേപോലെ തന്നെ സൂക്ഷ്മനാടിക്ക് പുറത്തു കൊടുക്കുന്ന അനസ്തീഷ്യ, അതായത് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, ഇതെല്ലാം. പിന്നെ അതുകൂടാതെ ഇപ്പോൾ റീജിയണൽ അനസ്തീഷ്യ വളരെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കൈകൾക്ക് സർജറി വരികയാണെങ്കിൽ ബ്രാക്കിൽ പ്ലെക്സസ് ബ്ലോക്ക്, നമ്മുടെ കഴുത്തിൽ നിന്ന് കയ്യിലോട്ട് വരുന്ന ഞരമ്പുകൾക്ക് ബ്ലോക്ക് കൊടുത്തിട്ട് നമുക്ക് റീജിയണൽ ബ്ലോക്ക്സ് കൊടുക്കാൻ പറ്റും. അതിന് ഇപ്പോൾ പുതിയതായിട്ട് അതിനകത്ത് അൾട്രാസൗണ്ട് ഗൈഡഡ്, അത് കുറച്ചും കൂടി ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണത്. അപ്പോൾ അൾട്രാസൗണ്ട് വച്ച് കൃത്യമായിട്ട് ആ നെർവ്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച ശേഷം നമുക്ക് അതിന് ബ്ലോക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അനസ്തീഷ്യ ഇന്ന് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോകാൻ തോന്നുന്നു. അപ്പോൾ ജനറൽ അനസ്തീഷ്യ ആദ്യമായിട്ട് തന്നെ പലപ്പോഴും പേഷ്യൻസിനുള്ള പേടിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ ചിലപ്പോൾ 1000-ൽ ഒരാൾക്കായിരിക്കും അങ്ങനെ വല്ലതും സംഭവിച്ചത്. എങ്കിൽ കൂടി പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ മയക്കിയിട്ട് ഞാനെങ്ങനെ മയക്കം തെളിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം? അനസ്തീഷ്യ പണ്ടിനേക്കാളും ഇന്നത്തെ കാലത്ത് അനസ്തീഷ്യ കൊണ്ടുണ്ടാകുന്ന ഒരു മരണം എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു പൂർണ്ണ ആരോഗ്യവാൻ ഒരാൾ അനസ്തീഷ്യ കൊണ്ടുള്ള മരണം വരാനുള്ള സാധ്യത 2 ലക്ഷത്തിൽ 1 നമ്മുടെ കേരളത്തിലെ ആക്സിഡൻറ്റ് റേറ്റ് എടുക്കുകയാണെങ്കിൽ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ അനസ്തീഷ്യ ഇന്ന് വളരെ സേഫായിട്ടുള്ള ഒരു പ്രൊസീജിയറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പുതിയതായിട്ടുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ഈ അനസ്തീഷ്യ കൊടുക്കുന്ന ഉപകരണം, അനസ്തീഷ്യ മെഷീൻ, അതിൻ്റെ മോണിറ്റേഴ്സ്, പിന്നെ അത് കൂടാതെ തന്നെ വളരെ അധികം മോണിറ്ററിങ് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനസ്തീഷ്യ ഇന്നൊരു സേഫായിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ജനറൽ അനസ്തീഷ്യയെ സംബന്ധിച്ച് പേഷ്യൻസിന് നമ്മളടുത്ത് പറയും ലൈക്ക് ഒരു 6 hours ഫാസ്റ്റിംഗ് എങ്കിലും, അതായത് ഭക്ഷണം കഴിക്കാതെ വരാം. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കും ഒരു സർജറിക്ക് വരുന്ന ഒരു പേഷ്യൻറ്റ് കരുതി കൊണ്ടുവരേണ്ടത്? പ്രീ അനസ്തറ്റിക് ചെപ്പ്, അതായത് അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പ് അനസ്തീഷ്യ ഡോക്ടറായിട്ടുള്ള എക്സാമിനേഷനും അതിൻ്റെ ഹിസ്റ്ററി ടേക്കിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് രോഗി അവർ കഴിക്കുന്ന മരുന്നുകൾ, അവരുടെ അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളും, അത് ഹൃദയ സംബന്ധമായാലും ശ്വാസകോശ സംബന്ധമായാലും കിഡ്നി വൃക്കകളുടെ അസുഖമായാലും ലിവറിൻ്റെ അസുഖം, ഇതെല്ലാം ഒരു അനസ്തീഷ്യോളജിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രോഗി ഏതൊരു ഡോക്ടറോട് സംസാരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അനസ്തീഷ്യ ഡോക്ടറോട് പറയുകയും ആ കഴിക്കുന്ന മരുന്നിനെക്കുറിച്ച് ഉള്ള കൃത്യമായ വിവരങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൂടാതെ അനസ്തീഷ്യക്ക് നമ്മൾ ഒരു സർജറിക്ക് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു 6 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് വളരെ നിർബന്ധമാണ്. സോളിഡ് ഫുഡാണെങ്കിൽ, ലിക്വിഡ് ഫുഡാണെങ്കിൽ, ക്ലിയർ ഫ്ലൂയിഡ്സ് ആണെങ്കിൽ 4 hours വരെ ഫാസ്റ്റിംഗ് ആവശ്യമാണ്. കൊച്ചുകുട്ടികളാണെങ്കിൽ 2 മണിക്കൂർ വെള്ളം, ക്ലിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ 2 മണിക്കൂറും, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിൽ 4 മണിക്കൂറും നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് വയ്ക്കേണ്ട അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്ര നിർബന്ധമായിട്ടും പേഷ്യൻസ് ഫാസ്റ്റിംഗ് വേണം എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റെ ബോധം പോവുകയാണ്. അതുകൂടാണ്ട് നമ്മുടെ പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സസുകൾ, അതായത് ചുമക്കുക, നമ്മുടെ എയർവേ പ്രൊട്ടക്ഷൻ, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിഹ്നം കൊടുക്കുന്ന മരുന്നുകളിൽ നമ്മുടെ സ്റ്റൊമക്കിലെ പ്രഷർ കൂട്ടാം. ആ സ്റ്റൊമക്കിലുള്ള കണ്ടൻസ്, അത് ആമാശയത്തിലുള്ള ഫുഡ്
അത് മുകളിലോട്ട് വരികയും അത് ലങ്സിലോട്ട് ചെന്ന് അവിടെ നമുക്ക് ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ സമയത്ത് തന്നെ ഒരു ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് വളരെ നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നത്. ജനറൽ അനസ്തീഷ്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് നമ്മൾ ജനറൽ അനസ്തീഷ്യ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ബാക്കി സർജറി, ഈ വയറ് തുറന്ന് അല്ലെങ്കിൽ ഓപ്പൺ സർജറി കമ്പയർ ചെയ്യുമ്പം ലാപ്രോസ്കോപ്പിക് സർജറിക്ക് അനസ്തീഷ്യയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അടിസ്ഥാനപരമായിട്ട് അനസ്തീഷ്യ സെയിം ആണ്, ഒരേപോലെയാണ്. പക്ഷേ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിറയ്ക്കുകയാണ്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ പ്രഷർ നമ്മുടെ ലിവറിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, രക്തോട്ടത്തിൻ്റെ പ്രഷറിനേക്കാളും കുറഞ്ഞു നിർത്തണം. എന്നാലേ ലിവറിലോട്ടുള്ള രക്തോട്ടത്തിനെ അത് ബാധിക്കാത്ത തരത്തിൽ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ കൂടിയാണ് അത് പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒരു അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ട്യൂബ് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് കറക്റ്റ് പൊസിഷനിൽ അത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലങ്സിലോട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഓക്സിജനും അതിനെ വെന്റിലേഷൻ എന്ന് പറയും, അത് വളരെ കൃത്യമായിട്ട് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കൃത്യമായിട്ട് പുറത്തോട്ട് വരികയും പിന്നെ നല്ല മസിൽ റിലാക്സേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാപ്രോസ്കോപ്പിക് സർജറി വളരെ നന്നായിട്ട് ചെയ്യാനുള്ള ഫീൽഡ് കിട്ടും. അതെ അതെ, കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അനസ്തെറ്റിസ്റ്റിന്റെ കോപ്പറേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്നും ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റാറില്ല. അപ്പം നല്ലൊരു റിലാക്സേഷൻ അനസ്തെറ്റിസ്റ്റ് തന്നാൽ മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റാറുള്ളൂ. ജനറൽ അനസ്തീഷ്യ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സ്പൈനൽ അനസ്തീഷ്യ. അപ്പോൾ ഈ സ്പൈനൽ അനസ്തീഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ആ സ്പൈനൽ അനസ്തീഷ്യ കൊണ്ട് ഏതൊക്കെ ഭാഗത്ത് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും? സ്പൈനൽ അനസ്തീഷ്യ നമ്മൾ കൊടുക്കുന്നത് സ്പൈനൽ കോഡിൻ്റെ ലോവർ എൻഡ്, അവിടെ സ്പൈനൽ കോഡ് ഒരു താഴത്തെ നിലനിൽക്കുന്ന സ്പൈനൽ കോഡ് അവസാനിക്കും. അതിനുശേഷം നെർവ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ വളരെ കനം കുറഞ്ഞ ഇപ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്റ്റെറൈൽ നീഡിൽസ് ഇന്ന് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഈ CSF സ്പേസ്, സബ് അരക്നോഡ് സ്പേസിലോട്ട് ഈ നീഡിൽ എത്തിച്ച ശേഷം അനസ്തെറ്റിക് ഡ്രഗ് ആ ലെവലിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലോവർ അബ്ഡോമിനൽ സർജറീസ് എല്ലാം, പിന്നെ കാലുകളുടെ സർജറീസ്, പിന്നെ ഈ പ്രോസ്റ്റേറ്റ് തുടങ്ങിയ ഗ്രന്ഥികളുടെ സർജറി. അപ്പോൾ അത് ലോവർ അബ്ഡോമിനൽ സർജറിയും കാലുകളുടെ സർജറിക്കും നമുക്ക് ഇന്ന് സ്പൈനൽ അനസ്തീഷ്യ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ സ്പൈനൽ അനസ്തീഷ്യ കൂടാതെ എപ്പിഡുറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂടിയുണ്ട്. അതിനകത്ത് നമ്മൾ ഈ സബ് അരക്നോഡ് സ്പേസിലോട്ട് പോയില്ല, സ്പൈനൽ കോഡ് കവറിങ്ങിന് പുറത്ത് മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു റീജിയണൽ ബ്ലോക്ക്, അതായത് ആ കറക്റ്റ് ഏരിയയിൽ മാത്രം കൊടുക്കാൻ പറ്റും. അതിനാണ് എപ്പിഡുറൽ എന്ന് പറയുന്നത്. എപ്പിഡുറൽ നമുക്ക് തൊറാസിക് ലെവലിലായാലും നെഞ്ചിൻ്റെ ലെവലിലായാലും വയറിൻ്റെ ലെവലായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ലെവല് വേണം അതനുസരിച്ച് ആ സർജിക്കൽ ഏരിയ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് ലെവലിൽ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. അതാണ് എപ്പിഡുറൽ. പിന്നെ ഈ സ്പൈനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനസ്തീഷ്യനെ കുറിച്ച് പറയുമ്പം ആൾക്കാർക്ക് ജനറൽ അനസ്തീഷ്യക്ക് പേടി അധികം വരാറില്ല. സ്പൈനലിന്റെ നട്ടലിന് കുത്തുക എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു സംശയമാണ് ഈ സ്പൈനൽ അനസ്തീഷ്യ കൊടുത്താൽ നടുവേദന വരുമോ എന്നുള്ളത്. പണ്ടെങ്ങാണ്ട് സ്പൈനൽ കൊടുത്ത് സിസേറിയൻ ചെയ്തെന്ന് പറഞ്ഞ് ഈവൻ 50 വയസ്സ് 60 വയസ്സായവരും പറയും അന്ന് സ്പൈനൽ തന്നതിന് ശേഷമാണ് ഡോക്ടറെ നടുവേദന വന്നതെന്ന്. അതും സ്പൈനൽ അനസ്തീഷ്യയും നടുവേദനയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സ്പൈനൽ അനസ്തീഷ്യയും നടുവേദനയായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. കാരണം നമ്മളൊരു ഇഞ്ചക്ഷൻ, നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ പോലെ അത്രയ്ക്കും വളരെ കനം കുറഞ്ഞ ഡിസ്പോസിബിൾ നീഡിൽസ് കൊണ്ടാണ് നമ്മൾ കുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഈ ഒരു നീഡിൽ ആ ലിഗമെന്റ്സിൽ കൂടി കയറിയത് കൊണ്ട് ഒരു ലൈഫ് ലോങ് ബാക്ക് പെയിൻ വരേണ്ട കാര്യമില്ല. അത് നാട്ടുകാരുടെ തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും. കാരണം എനിക്കൊന്നും 80 തലവേദന കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു വേദന നടുവേദന. അതും 80% സ്ത്രീകൾക്കും നടുവേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊരു കാരണം പറയാൻ എല്ലാരും നോക്കുന്നത് സ്പൈനൽ അനസ്തീഷ്യ. അതുകൂടാതെ തന്നെ ഈ 10 മാസം പ്രഗ്നൻസി ടൈമിൽ ഈ ലിഗമെന്റ്സ് ഒക്കെ സ്ട്രെച്ച് ചെയ്ത് അബ്നോർമൽ പോസ്റ്റേഴ്സ്, ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദി സ്പൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നടുവേദന വരാറുണ്ട്. അപ്പോൾ പോസ്റ്ററാണ് അതിന്റെ മെയിൻ ആയിട്ട് റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജനറൽ അനസ്തീഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ സ്പൈനൽ അനസ്തീഷ്യ കുറച്ചും കൂടി സേഫ് ആണോ, അതോ ഏതാണ് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്?
രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സേഫ്റ്റി രണ്ടും ഇന്ന് സേഫായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. പക്ഷെ ഈ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നതിന് ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് സർജറിക്ക് സ്പൈനൽ അനസ്തീഷ്യയാണ് നല്ലത്, ജനറലിനേക്കാളും നല്ലത്. കാരണം നമ്മൾ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ കുറേ ഗ്ലൈസി എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സർക്കുലേഷനിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ സ്പൈനലാണ് ബെറ്റർ. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതേപോലെ തന്നെ അതിന് ഓരോന്നിനും പ്രത്യേക ഇൻഡിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കി ഓരോ രോഗിക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡോക്ടർ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യനെ കുറിച്ച് പറയണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ പെയിൻലെസ് ലേബർ, അതായത് ഡെലിവറി പെയിൻ ഇല്ലാതെ, വേദനയില്ലാതെ പ്രസവിക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് വരുന്നു. അപ്പം ആ ഒരു സമയത്ത് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ആണല്ലോ കൊടുക്കുന്നത്. അപ്പം ഈ ഡെലിവറി പേഷ്യൻസിന് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ കൊടുക്കുമ്പം എന്തെങ്കിലും മറ്റുള്ളവരിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മളൊരു അനസ്തീഷ്യ എന്ന് തന്നെ പറയാൻ പാടില്ല, അനാൽജസിയ എന്നുള്ള വാക്കായിരിക്കും കുറച്ചും കൂടിയും കൃത്യതയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ സെയിം ആണെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറച്ച് മരുന്ന് എപ്പിഡ്യൂറൽ സ്പേസിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മസിലുകളുടെ പ്രവർത്തനത്തിന് അത് കാര്യമായിട്ട് ബാധിക്കില്ല. വേദനയ്ക്കുള്ള ശമനം കിട്ടുന്നുള്ളൂ. ഒരു അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ മസിലുകളുടെ റിലാക്സേഷനും ആവശ്യമാണ്. അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ മരുന്നാണ് എപ്പിഡ്യൂറൽ അനാൽജസിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ രോഗിയുടെ ആവശ്യം അനുസരിച്ച് കൃത്യസമയത്ത് ടോപ്പപ്പ് കൊടുത്ത് ആ പ്രസവം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഈ അനാൽജസിയ കൊടുക്കാൻ പറ്റും. അതായത് സ്പൈനൽ പോലെ അല്ലാതെ പേഷ്യന്റിന് കാല് അനക്കാനും സാധിക്കും. പിന്നെ പേഷ്യൻസിന് വരുന്നൊരു കോമൺ ഡൗട്ടാണ്, അതായത് ഈ എപ്പിഡ്യൂറൽ അനാൽജസിയ പേഷ്യൻസിന് ലേബർ ടൈമിൽ കൊടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. അതായത് മെറ്റേണൽ സർക്കുലേഷനിൽ നിന്നും അത് കുഞ്ഞിലേക്ക് പോകുമോ എന്നുള്ളത്. അത് എത്രത്തോളം? അതിനകത്ത് മെറ്റേണൽ സർക്കുലേഷൻ അങ്ങനെ കണ്ടുവരുന്നില്ല. ആക്ച്വലി ഈ പെയിൻ റിലീഫ് വന്നൊരു സ്മൂത്ത് ഡെലിവറി വന്നാൽ തന്നെ കുട്ടീനെ അത് ബാധിക്കേണ്ട കാര്യമില്ല. ഈ എപ്പിഡ്യൂറൽ അനൽജസിയ ഇപ്പം ലേബർ പേഷ്യൻസിന് കൂടാതെ തന്നെ ഇപ്പം ചില പേഷ്യൻസ് ഇപ്പം അബ്ഡോമിനോപ്ലാസ്റ്റി അങ്ങനത്തെ സർജറീസിനൊക്കെ ഡെഫിനറ്റ്ലി 1-2 ദിവസത്തേക്ക് വേദന ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ എപ്പിഡ്യൂറൽ കത്തീറ്റർ വെച്ച് അനൽജസിയ എത്ര ദിവസത്തേക്ക് വരെ കൊടുക്കാൻ പറ്റും? എപ്പിഡ്യൂറൽ കത്തീറ്റർ വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എസെപ്സിസ് വളരെ എല്ലാ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് കൂടി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ICU സെറ്റപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ടി ട്യൂൺഡായിട്ടുള്ളൊരു സ്റ്റാഫും വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമാണെങ്കിൽ നമുക്കൊരു ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസം വരെ എപ്പിഡ്യൂറൽ അനൽജസിയ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതിനുശേഷം പെയിൻ കുറയും. പിന്നെ മറ്റുള്ള ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ ആക്കി മാറ്റിയിട്ട് എപ്പോഴും മാറ്റുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എപ്പിഡ്യൂറൽ അനൽജസിയ കൊടുത്തതിന് ശേഷം അനസ്തെറ്റിസ്റ്റ് എപ്പോഴും പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? അങ്ങനെ ഈ എപ്പിഡ്യൂറൽ അനൽജസിയ കൊടുത്ത ശേഷം ഒരു നല്ല ട്രെയിൻഡ് നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്കത് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സിറിഞ്ച് പമ്പ് ഉണ്ട്, ആ സിറിഞ്ച് പമ്പ് വച്ചിട്ട് ഇൻഫ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് പിന്നെ ഇടയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു മോണിറ്ററിങ് വേണം. പക്ഷേ ഒരു അനസ്തീഷ്യ കൊടുക്കുന്ന പോലെയുള്ള ഒരു ക്ലോസ് മോണിറ്ററിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ഇപ്പോൾ ഡോക്ടർ എപ്പിഡ്യൂറൽ അനസ്തീഷ്യയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഈ കുട്ടികളിൽ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ ഈ അഡൽട്സിന് വലിയവരിൽ കൊടുക്കുന്നതിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? കുട്ടികൾ ഒരു അഡൾട്ടിന് അനസ്തീഷ്യ കൊടുക്കുന്നത് പോലെ തന്നെ കുട്ടികളും നിയോനേറ്റ്സ് ജനിച്ച ഉടൻ തന്നെ കുട്ടിയാണെങ്കിൽ തന്നെയും അവർ അനസ്തീഷ്യ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ നിയോനേറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂബിൻ്റെ സൈസ്, പിന്നെ അത് ടെക്നിക്കലി കുറച്ചും കൂടിയും എക്സ്പെർട്ടായിട്ടുള്ള ഒരു അനസ്തറ്റിസ്റ്റിന് അത് കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് ഇവരുടെ വെന്റിലേഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കണം. ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ ടെമ്പറേച്ചർ ലോസ്, സർഫസിങ് ബോഡി ടെമ്പറേച്ചർ ലോസ് പെട്ടെന്ന് നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ മെയിൻ്റനൻസ്, പിന്നെ കൊടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രോഗിയുടെ വെയ്റ്റിനനുസരിച്ച് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടിയും ഏത് സർജറിയും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും.
ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികളിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാനാണെങ്കിൽ പലപ്പോഴും അനസ്തീഷ്യ പ്രോബ്ലം കൊണ്ട് ലാപ്രോസ്കോപ്പി ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം വല്ലതും വരാറുണ്ടോ? കുട്ടികളിൽ 3 മാസത്തിന് ശേഷമുള്ള കുട്ടികളിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാം. കാരണം 3 മാസത്തിൻ്റെ ആ പീരീഡ് പറയാനുള്ള കാരണം ഈ ജനിച്ച ഉടൻ തന്നെ ഫസ്റ്റ് 3 months ഈ ജനിച്ച കുട്ടികളിൽ കുറേ ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വന്നൊരു പൂർണ്ണമായിട്ട് ആ ചേഞ്ചസ് മാറി വരുമ്പോൾ ഒരു 3 months ആണ്. ആ 3 monthsന് ശേഷം കുട്ടികളിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാം. അപ്പോൾ നമ്മൾ 6 മാസമുള്ള കുട്ടികളെ വരെ കീ ഹോൾ സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂബിൻ്റെ സൈസ്, ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ, വെന്റിലേഷൻ, ഈ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ മരുന്നുകളും രോഗിയുടെ വെയ്റ്റിനനുസരിച്ച് കറക്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും ഈ ലാപ്രോസ്കോപ്പിക് സർജറി അഡൾട്ട്സിനെ പോലെ തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഒരു സ്മൂത്ത് റിക്കവറിയും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വളരെ കുറവാണ്. അപ്പോൾ ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡും വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കോംപ്ലിക്കേറ്റഡ് കേസസ്, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളവരിൽ അനസ്തീഷ്യ റിസ്ക് കൂടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ അത് കൺട്രോൾ ചെയ്തിട്ട് അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുമോ? അതോ കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും കുറയും. ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്ക് അതിൻ്റെ നമ്മളൊരു ASA ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഒരു 5 grades ഉണ്ട്. അത് ഓരോ പേഷ്യൻറ്റിൻ്റെ അസുഖങ്ങളും ആ അസുഖം ആ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചിരിക്കണം ഇതിനനുസരിച്ചുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഗ്രേഡ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഹെൽത്തി പേഷ്യൻസ് ആണ്. ഗ്രേഡ് 5 എന്ന് പറയുമ്പോൾ വളരെ സിക്കായിട്ടുള്ള ഉള്ള രോഗിയാണ്. ആ രോഗി 24 മണിക്കൂർക്കുള്ളിൽ സർവൈവ് ഇല്ല സർജറി ഇല്ലാണ്ട്. അങ്ങനത്തെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. സ്വാഭാവികമായിട്ടും ആ ഗ്രേഡ് 5 അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് വെച്ചേ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈപ്പർ ടെൻഷൻ അതൊക്കെ വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്കമ്മും നല്ലതായിരിക്കും. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഒരു ന്യൂറോ അനസ്തറ്റിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ബ്രെയിൻ സർജറി പേഷ്യൻസിന് സാധാരണ അനസ്തീഷ്യയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ടോ? കുറേ വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബ്രെയിനകത്തെ പ്രഷർ, ICP, ഇൻട്രാക്രീനിയൽ പ്രഷർ എന്ന് പറയും, അത് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നമുക്ക് ഇന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ അളവ് കുറച്ച് ബ്രെയിനിലോട്ടുള്ള ഓട്ടം വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ബ്ലഡ് പ്രഷർ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ല മസിൽ റിലാക്സേഷൻ കൊടുത്ത് നല്ല അനാൽജസിയ കൊടുത്ത് സർജറി ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ സർജറിയും ഇന്ന് മറ്റ് സർജറി പോലെ തന്നെ സേഫായിട്ടുള്ള പ്രൊസീജിയറാണ്. മോർട്ടാലിറ്റിയോ അല്ലെങ്കിൽ മോർബിഡിറ്റി ഇത് ഇന്ന് പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഒരു ബ്രെയിൻ സർജറിക്ക് വന്ന ഒരു രോഗി ഇന്ന് സാധാരണ പോലെ തന്നെ നോർമലായിട്ട് തന്നെ അയാൾ തിരിച്ചു പോവുകയാണ്. ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങൾ വളരെയധികം ബാധിച്ച് അങ്ങനെ മറ്റുള്ള ഏരിയയിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തതിന് അങ്ങനത്തെ രോഗിനെ ചെയ്യുന്നതും അല്ലാണ്ടുള്ള പ്യുവർ ഒരു ബിനൈനായിട്ടുള്ള ട്യൂമർ റിമൂവ് ചെയ്യുന്നതും അത് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം ചില പേഷ്യൻസിനെയാണ് കുറച്ച് പ്രായമായിട്ട്, അതായത് ഒരു 70s 80s ഒക്കെ ആയി, ഇപ്പം കോംപ്ലിക്കേഷൻസും ഉണ്ട്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ ജനറൽ അനസ്തീഷ്യ കൊടുത്താൽ ബുദ്ധിമുട്ട് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ റീജിയണൽ അനസ്തീഷ്യ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? ഇപ്പം ഈ 70-80 വയസ്സുള്ളവർക്ക് സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ ഫ്രാക്ചർ ഹിപ്പായിട്ടൊക്കെ വരുന്ന രോഗികളാണ്. അങ്ങനെയുള്ള രോഗികളിൽ സ്പൈനൽ എപ്പിഡുറലായിരിക്കും നല്ലത്. അതേസമയം ഇപ്പോൾ കാലൊക്കെ കൈ ഒടിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ബ്ലോക്കിൽ ചെയ്യാം. അതൊന്നും ജനറൽ അനസ്തീഷ്യ ഒഴിവാക്കും. പക്ഷെ അതുകൂടാണ്ട് ഒരു ലാപ്രോസ്കോപ്പിയോ അല്ലെങ്കിൽ അബ്ഡോമിനൽ സർജറിയോ തൊറാസിക് സർജറിയോ ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ ജനറൽ അനസ്തീഷ്യ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് രോഗിയുടെ ആവശ്യം അനുസരിച്ച്, രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അനസ്തീഷ്യ മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപകടം അതനുസരിച്ച് കുറഞ്ഞിരിക്കും. ഡോക്ടർ നേരത്തെ പറയേണ്ട ബ്ലോക്കുകളെ പറ്റി, അതായത് ഇപ്പം അപ്പർ ലിം സർജറീസ്, കൈക്ക് എന്തെങ്കിലും ഒടിവോ അങ്ങനത്തെ ഫ്രാക്ചർ സർജറീസ് ഒക്കെ ബ്ലോക്ക് കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഷോൾഡർ, കൈകൾ ഇതിന് വരുന്ന ഫ്രാക്ചറോ അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് നമുക്ക് ഇന്നിപ്പോൾ അൾട്രാസൗണ്ട് അവൈലബിൾ ആണ്. ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് വെച്ച് ഈ കഴുത്തിൽ നിന്ന് കയ്യിലോട്ട് വരുന്ന ഞരമ്പുകൾ, നെർവ്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക്
ഈ ലോക്കൽ അനസ്തറ്റിക് ഏജൻറ്റ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കൈക്ക് വേണ്ട സർജറികൾ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളിപ്പോൾ വളരെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ അൾട്രാസൗണ്ട് ഗൈഡഡ് നെർവ് ബ്ലോക്സ്. റിസൾട്ട് നല്ലതാണ്. ഈ ഒരു ലോക്കൽ അനസ്തറ്റിക് ഏജൻറ്റ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം വരെ വേദനയില്ലാതെ സർജറി ചെയ്യാൻ പറ്റും? ഒരു 3 മണി. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബുപ്പിവാക്കേൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനാണ്. ഈ ബുപ്പിവാക്കേൻ ഒരു സിംഗിൾ ഷോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 to 4 hours നമുക്ക് സർജിക്കൽ ഫീൽഡ് കിട്ടും. പെയിൻ റിലീഫ് അതിനേക്കാളും കൂടുതൽ കിട്ടും. മസിൽ റിലാക്സേഷൻ ഒക്കെ കൂടി ആ സർജിക്കൽ ഫീൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 hours ഈസി ആയിട്ട് നമുക്ക് 3 to 4 hours കിട്ടും. ഈ ജനറൽ അനസ്തീഷ്യയും സ്പൈനൽ അനസ്തീഷ്യ അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ചെറിയ പ്രൊസീജിയേഴ്സ്, അതായത് DNC അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വൂണ്ട് ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനത്തെ കേസുകളിൽ ഫുള്ളി അനസ്തീഷ്യ കൊടുക്കാതെ ചെറിയ മൈൽഡായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു അനാൽജസി കൊടുത്ത് ചെയ്യാൻ പറ്റാറുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു IND നമുക്ക് ആ എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഏരിയയിൽ ഈ ലോക്കൽ അനസ്തറ്റിക് ഇൻഫിൽട്രേഷൻ കൊടുത്ത് പേഷ്യൻ്റെ ആൻസൈറ്റി കുറക്കാനായിട്ട് ചെറിയൊരു സെഡേഷൻ കൂടെ, മോണിറ്റേഡ് അനസ്തീഷ്യ കെയർ എന്ന് പറയും, സെഡേഷനും ചെറിയ തോതിലുള്ള നാർക്കോട്ടിക് ഡ്രഗും കൊടുത്ത് പേഷ്യൻറ്റിന് പെയിൻ റിലീഫും കിട്ടും. കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതി ഇന്ന് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ സർജറികൾ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഈ ഡേ കെയർ സർജറീസ്, അതായത് പേഷ്യൻറ്റിനെ ചെയ്തിട്ട് അന്ന് തന്നെ വീട്ടിൽ വിടുന്ന കേസുകളിലെല്ലാം ഇങ്ങനത്തെ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയും നേരം അനസ്തീഷ്യനെ കുറിച്ച് ഡോക്ടർ വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആർക്കും ഡെഫിനറ്റ്ലി അനസ്തീഷ്യ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്, പേടിക്കേണ്ട കാര്യമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.